എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മറുനാടൻ പ്രേക്ഷകർക്ക് സ്വാഗതം. ജഗത് ജയപ്രകാശാണ് കൂടെയുള്ളത്. ജഗത് നമസ്കാരം. നമസ്കാരം. സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അതെ. ഓക്കെ. നമുക്കറിയാം കാനഡയിലെ പുതിയ മന്ത്രിസഭ വന്നു. നമ്മൾ അതിന്റെ കുറെ അനാലിസിസ് ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമുക്കൊരു വലിയ ബ്രേക്ക് വന്നു. അപ്പൊ ഇന്ന് നമ്മൾ കാനഡയെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ജഗത്ത്, എന്റെ ആദ്യത്തെ ചോദ്യം, ഈ ഇമിഗ്രേഷൻ നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ജസ്റ്റിൻ ട്രൂഡോ സർക്കാരിന് കുറേയധികം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചർച്ചകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പുതിയ ഗവൺമെന്റിന്റെ നയങ്ങൾ ജസ്റ്റിൻ ട്രൂഡോയുടെ നയങ്ങളുമായി സപ്പോർട്ട് ചെയ്യുന്നവയാണോ, അല്ലെങ്കിൽ അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മൈക്കാമിയുടെ പുതിയ ഇമിഗ്രേഷൻ പോളിസി അനുസരിച്ച് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ഫേസ്ഡ് ഔട്ട് ആയിട്ട് പുറത്തുനിന്നുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നത് നിർത്തുക എന്നുള്ളത് തന്നെയാണ് പോളിസി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് തന്നെയായിരുന്നു ട്രൂഡോയുടെ പോളിസി. അപ്പം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് സെയിം ഗവൺമെന്റ് തന്നെയാണ് ഇവിടെ ഭരിക്കുന്നത്. മൈക്കാമി എന്നുള്ളത് ഒരു സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു ട്രൂഡോയുടെ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രൂഡോയുടെ പോളിസിയുടെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് വേണം നമുക്കിപ്പോൾ ഈ മൈക്കാമിയുടെ ഗവൺമെന്റിന് നമുക്ക് മനസ്സിലാക്കാൻ. അപ്പൊ ആ ഒരു സ്റ്റാൻഡ് പോയിന്റ് നമ്മൾ വിശകലനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കാനഡയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് സ്റ്റുഡന്റ് വിസയാണെങ്കിലും അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിലാണെങ്കിലും അല്ലെങ്കിൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് തുടങ്ങിയ പല പല ടെമ്പററി വിസകളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പയ്യെ കൊണ്ട് PR കൊടുക്കുക എന്നതാണ് അദ്ദേഹം ഇപ്പം ഉദ്ദേശിക്കുന്നതെന്നാണ് ഇപ്പോഴത്തെ പോളിസി എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്ത്യ അല്ലാതെയുള്ള മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്നും കുട്ടികളെ കൊണ്ടുവരണമെന്ന് നേരത്തെ തന്നെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ കൂടുതൽ ഡൈവേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നും കുട്ടികളെ ഇവിടെ പഠനത്തിന് വേണ്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പും ഇവിടെ തുടങ്ങുന്നുണ്ട്. അപ്പൊ ഇമിഗ്രേഷന്റെ ഒരു സ്റ്റാൻഡ് പോയിന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഉള്ള ഈ ക്യാപ്പിംഗ്, ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ക്യാപ്പിംഗ് അത് തുടർന്ന് തന്നെ പോകും. അതിനകത്ത് ഇപ്പം ഇളവുകളൊന്നും അദ്ദേഹം വരുത്തുന്നതായിട്ട് ഇപ്പം പറഞ്ഞിട്ടില്ല. ഇനി ഇവിടുത്തെ കോളേജുകളിലെയും മറ്റുള്ള ഈ സ്കൂളുകളും യൂണിവേഴ്സിറ്റികളായാലും അവിടെ ഉള്ളേക്കാം എൻറോൾമെന്റിന്റെ കുറവനുസരിച്ചിട്ടായിരിക്കും ഇനി പോളിസി ഡിസിഷൻസ് എടുക്കുന്നത്. അത് ചിലപ്പോൾ കുറച്ചൊരു 6 മാസം അല്ലെ ചിലപ്പോൾ ഒരു വർഷമൊക്കെ സമയം എടുക്കും. കാനഡയിലെ സ്ഥിതി ഇപ്പൊ പഴയ പോലുള്ള ആ ഒരു കുത്തൊഴുക്കില്ല ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ. അതിപ്പോ കുറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ എണ്ണം ഗണ്യമായ രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗണ്യമായ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണം പറയുന്നത് ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ ബ്രോൺസ്വിക്കിൽ അവിടുത്തെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു 1.5 വർഷം മുന്നേ ഒരു 30 സ്റ്റുഡൻസ് ഒക്കെ ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തെ എൻറോൾമെന്റിൽ 1-2 സ്റ്റുഡൻസ് പോലും ഇല്ലെന്നാണ് എനിക്ക് കിട്ടിയ ഒരു അറിവ്. അതിപ്പം സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്ന സമയമാകുമ്പോഴേ നമുക്ക് കൂടുതൽ വിശദീകരണങ്ങൾ അറിയാൻ പറ്റും. കാരണം ഇപ്പോഴത്തെ ഡിസംബർ ഇൻടേക്കിൽ, ജനുവരി ഇൻടേക്കിലൊക്കെ വളരെ കുറവായിരുന്നു സ്റ്റുഡൻസ്. അപ്പൊ പൊതുവെ ഇന്ത്യൻസിനെ ഈ കാനഡയോടുള്ള ഒരു സമീപനം മാറിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം ഒരു മാസ്റ്റേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഹയർ എഡ്യൂക്കേഷന്റെ ഫിഗേഴ്സ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. കോളേജസ് അല്ലെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ മിൽസുകൾ അവരുടെയൊക്കെ സ്ഥിതി വളരെ പരിതാപകരമാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമിഗ്രേഷൻ പോളിസി ടൈറ്റ് ആയിട്ട് തന്നെ വെക്കാനാണ് മൈക്കാമി ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പൊ ഇളവുകളൊന്നും കൊടുക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് അവരുടെ സന്ദേശം. പക്ഷെ ഇത് സത്യത്തിൽ കാനഡയുടെ എക്കണോമിക് ഒരു പെർസ്പെക്റ്റീവിനെ അഫക്റ്റ് ചെയ്യില്ലേ ജഗത്ത്? അതായത് മാത്രമല്ല എക്കണോമിക്കൽ സെക്ടേഴ്സിലും പുതിയ സർക്കാർ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ? അങ്ങനെ എന്തൊക്കെയായാലും വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു. ഇപ്പോഴത്തെ ഒരു പുതിയ എക്കണോമിക് പോളിസീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ലിബറൽ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് ഒരു ചെറിയ ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. പൊതുവെ മൈക്കാർണി ആയിരുന്നു ഇതിനു മുന്നേയും ഈ ഫിനാൻഷ്യൽ അഡ്വൈസർ. പക്ഷെ അദ്ദേഹത്തിന്റെ പല പദ്ധതികളിലും ഇപ്പം പോസ് ചെയ്തതായിട്ടോ അല്ലെങ്കിൽ ചെറിയ യൂടേൺ എടുത്തതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് അദ്ദേഹം ടാക്സ് കട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. 15% ലോവർ ടാക്സ്, ഫെഡറൽ ലോവർ ടാക്സ് ഉള്ളത് 14%, 1% കുറച്ച് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ April 1 മുതൽ അദ്ദേഹം കാർബൺ ടാക്സസ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് ഇവിടെ പെട്രോളിനൊക്കെ വില കുറഞ്ഞിട്ടുണ്ട്. ഇതിനു മുന്നേ ഒരു $1.80 ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു $1.30, ഒരു 50 സെന്റ് ഓളം വില കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ പെട്രോളിനെക്കാട്ടി വില കുറവാണ് കാനഡയിൽ പെട്രോളിന്. അപ്പൊ അത്രയും വലിയൊരു ആശ്വാസമൊക്കെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെൻഷനേഴ്സിന് വേണ്ടിയിട്ടും കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ചൈൽഡ് കെയർ ബെനിഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ അദ്ദേഹം പുതിയ പദ്ധതി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ
GST ഓൺ ന്യൂ ഹോംസ് വേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പല തരത്തിലുള്ള ലിബറൽ പോളിസികളിൽ നിന്നുള്ള പിന്മാറ്റം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൺസർവേറ്റീവ് സ്റ്റൈലിലുള്ള ഒരു എക്കണോമിക് പോളിസിയാണ് അദ്ദേഹം കൈക്കൊള്ളുന്നതെന്നാണ് ഇപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ US-ആയിട്ടുള്ള ടാരിഫ് വാരം, US പ്രോഡക്ട്സിന് ഇവിടുന്ന് ഒഴിവാക്കിയ ശേഷം കാനഡ ഇപ്പം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് സോഴ്സ് ചെയ്യുക, അങ്ങനത്തെ ഉള്ള ഒരു പുതിയ ഐഡിയാസ് ഒക്കെ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ UK-യുമായിട്ട് കൂടുതൽ ട്രേഡ്, അല്ലെങ്കിൽ UK ആയിട്ട് കൂടുതൽ കണക്ഷൻ ഉണ്ടാക്കുക. കാരണം UK-യിൽ ഒരു ലിബറൽ ഗവൺമെന്റ് ആണ് ഇപ്പം ഭരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഉള്ള ഒരു ലിബറൽ ആശയങ്ങളുമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാരുമായിട്ട് കൂടുതൽ ഒരു കൈ കൊടുത്ത ശേഷം, പക്ഷേ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൺസർവേറ്റീവ് സ്റ്റാൻഡ് പോയിന്റിൽ നിന്നാണ് അദ്ദേഹം ചെയ്യുന്നത്. ടാക്സ് എനിക്കൊരു സംശയം ഇടയ്ക്ക് ചോദിക്കട്ടെ. അതായത് അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനാണ് എന്ന കാര്യം നമുക്കറിയാമാക്കാണ്. അപ്പോ ഈ ട്രംപിന്റെ താരിഫ് നയങ്ങൾ വലിയ രീതിയിൽ അഫക്ട് ചെയ്യുന്ന ഒരു കൺസേൺ നമുക്ക് ഉണ്ടായിരുന്നല്ലോ. കാനഡ അതിനെ അതിജീവിച്ച് വരുന്നുണ്ടോ? അതും കൂടെ നമുക്ക് അതിനകത്ത് പരിശോധിക്കേണ്ടതല്ലേ? ട്രംപിന്റെ ടാരിഫ് കുറെയൊക്കെ അപ്ലൈ ആയിട്ടുണ്ട്, കുറെയൊക്കെ അപ്ലൈ ആയിട്ടില്ല. ചിലത് അദ്ദേഹം തന്നെ പല പോയിന്റിലും ചില താരിഫ് അപ്ലൈ ചെയ്ത ശേഷം ചിലത് വിഡ്രോ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കാരണം ഇവിടെ മാർക്കറ്റിൽ മൊത്തത്തിൽ ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു സാഹചര്യത്തില് പല പ്രോഡക്ട്സുകളും ഇവിടെ കോസ്റ്റ്ലി ആയിട്ടുണ്ട്. എസ്പെഷ്യലി അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പല പ്രോഡക്ട്സുകളും കോസ്റ്റ്ലി ആയിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണം പറയുന്നത്, ഇപ്പം അമേരിക്കയിൽ നിന്നുള്ള ലിക്വർ ഐറ്റംസ് മുഴുവൻ ഇവിടെയുള്ള സ്റ്റോറുകളിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കിട്ടിയ ഒരു അറിവനുസരിച്ചിട്ട് അത് ആ ലിക്കർ സ്റ്റോറിൽ അമേരിക്കൻ പ്രോഡക്ട്സ്, മാറ്റിയ പ്രോഡക്ട്സ് അവർ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന ശേഷം സ്റ്റോക്ക് തീരുന്നവരെ അത് സെയിൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം അതായത് അവര് ഈ ടാരിഫ് പ്രഖ്യാപിച്ച് അന്ന് തന്നെ ലിക്കർ സ്റ്റോറിൽ നിന്ന് ഇരുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റിയ ശേഷം അത് സ്റ്റോക്ക് അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പൊ അതിനുശേഷം ഇപ്പൊ അവർക്ക് എനിക്ക് തോന്നിയ ഒരു നയമാറ്റം വന്നു. ആ ഇരിക്കുന്ന സ്റ്റോക്ക് വിറ്റ് തീർക്കാം എന്നുള്ള രീതിയിൽ ആ സാധനങ്ങളെല്ലാം വീണ്ടും തിരിച്ച് സ്റ്റോറുകളിലേക്ക് വരുന്നു എന്നാണ് എനിക്ക് കിട്ടിയ പുതിയ അറിവ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ വിറ്റ് തീരുമ്പോൾ കൂടുതൽ ഡിമാൻഡ് വരുവാണെന്നുണ്ടെങ്കിൽ ഈ കസ്റ്റമർ ഏത് സാധനമാണോ ആവശ്യപ്പെടുന്നത് അത് കൊടുത്തല്ലേ പറ്റൂ. പിന്നെ അതുപോലെ തന്നെ ഈ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് കാനഡയിലോട്ട് ലിക്കർ ഇമ്പോർട്ട് ചെയ്യുന്ന വലിയ ഹൈ വോളിയത്തിലാണ്. അപ്പൊ ആ ഒരു വോളിയം കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ പുറത്ത് ബിസിനസ് ഇൻട്രസ്റ്റുകളും ഉണ്ട്. അപ്പം ഇപ്പോൾ ഇലക്ഷൻ ഒക്കെ തീർന്നു, ഒരു ഗവൺമെന്റ് അധികാരത്തിലെത്തി. നേരത്തെ ഇലക്ഷന്റെ സമയമായിരുന്നു കാരണം ഒരു പോപ്പുലിസ്റ്റിക് ഐഡിയക്ക് വേണ്ടിയിട്ട് ഒരു ജനങ്ങളുടെ വികാരം എന്താണോ അതിന് കൂടെ നിൽക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ അത് ഇലക്ഷൻ കഴിഞ്ഞു, ഇനിയിപ്പം രാജ്യം മുന്നോട്ട് പോകണം, ടാക്സ് വേണം, ബിസിനസ് നടക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ലിബറൽ സ്റ്റാൻഡിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പരസ്പരമുള്ള താരിഫുകൾ അതെല്ലാം കുറച്ച് ഒന്ന് ഈസ് ഓഫ് ചെയ്ത ശേഷം എക്കണോമിക്ക് എങ്ങനെയാണോ ഗുണകരമാവുന്നത് ആ രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പൊ ഈ ലിക്കർ സ്റ്റോറിന്റെ കാര്യം ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ്. അതുപോലെ പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, എന്താണ് എനർജി ആൻഡ് ക്ലൈമറ്റ് പൊളിറ്റിക്സ്, അല്ലെങ്കിൽ അതിന് അത്തരം വിഷയങ്ങളിലുള്ള ഒരു നിലപാട്, അതിനകത്ത് എന്തെങ്കിലും അമെൻമെന്റ്സോ അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? എനർജി ആൻഡ് ക്ലൈമറ്റിന്റെ കാര്യം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ പെട്രോളിയം പ്രോഡക്ട്സിന്റെ പുറത്ത് ഒരു കാർബൺ ടാക്സ് ഉണ്ടായിരുന്നു, അത് അദ്ദേഹം എടുത്തു കളഞ്ഞു. ഈ കാർബൺ ടാക്സ് എന്നുള്ള ഐഡിയ തന്നെ മൈക്കാർണിയുടെ ആയിരുന്നു, പക്ഷെ അതിൽ നിന്നൊരു യൂ ടേൺ ആണ് ഇപ്പൊ സംഭവിച്ചത്. അപ്പൊ അതുപോലെ തന്നെ പെട്രോളിയം ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊവിൻസ് ആണ് ആൽബർട്ട. അപ്പൊ ആൽബർട്ടയ്ക്ക് ഈ ഒരു കാനഡയുടെ കൂടെ ചേർന്ന് നിൽക്കുന്നതിനെ പറ്റി അവിടെ ഒരു ചെറിയ ഒരു വാക്പോര് നടക്കുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു പ്രീമിയർ താല്പര്യമില്ല, ആൽബർട്ട കുറച്ചുകൂടെ ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ള രീതിയിലാണ് ആൽബർട്ട. കാരണം ആൽബർട്ടയ്ക്ക് എനർജി ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ഇൻഡിപെൻഡന്റ് ആവണം. ഈ ക്ലൈമറ്റ് പോളിസീസ് ഒക്കെ വന്നത് കാരണം ആൽബർട്ടയിലുള്ള ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്പനികൾക്ക് ഒരു എക്കണോമിക് ഡിക്ലൈൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ആ ഒരു പോളിസികളിൽ നിന്ന് കൂടുതൽ ഇവരെ ബാധിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ഭയം കൊണ്ടായിരിക്കണം ഇപ്പൊ കുറച്ച് കാർബൺ ടാക്സിനകത്ത് കുറച്ച് വേവിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിന് എന്തായിരുന്നു മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു എമിഷൻ സ്റ്റാൻഡേർഡ്സ് 2019 മുന്നേ ഉണ്ടായിരുന്ന എമിഷൻ സ്റ്റാൻഡേർഡ്സിലോട്ട് കൊണ്ടുവരണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു പ്ലാനൊക്കെ ഇപ്പൊ റിവ്യൂവിലോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ പുതുതായിട്ട് ന്യൂക്ലിയർ റിയാക്ടറുകൾ ഈ കാനഡയിൽ, കാരണം ഈ ലിബറൽ ഗവൺമെന്റ് ന്യൂക്ലിയർ റിയാക്ടേഴ്സിനൊക്കെ എതിരായിരുന്നു. അപ്പൊ ആ ന്യൂക്ലിയർ റിയാക്ടറുകളൊക്കെ വീണ്ടും തുടങ്ങണം. കാരണം കാനഡയ്ക്ക് വളരണമെന്നുണ്ടെങ്കിൽ എനർജി ആവശ്യമുണ്ട്. ഒരു $100 മില്യൺ ഒരു ന്യൂക്ലിയർ റിയാക്ടർ പ്രോജക്ട്സുകളൊക്കെ. അതുപോലെ തന്നെ ഒരു വൺ വിൻഡോ അപ്രോച്ച്, അതായത് വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾക്കല്ല ഒരു സിംഗിൾ വിൻഡോ ഇതിലൂടെ അനുമതി കൊടുക്കുക എന്നുള്ള ഒരു കുറച്ചുകൂടെ ബ്യൂറോക്രാറ്റിക് പ്രോസസ് ഈസി ചെയ്യാനുള്ള
ചില കാര്യങ്ങൾ, അതായത് പോളിസി റിഫോംസ് ബിസിനസ് ആൻഡ് എനർജി സെക്ടറിൽ, ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിൽ കാര്യമായിട്ടുള്ള പോളിസി റിവ്യൂസ് ആണ് ലിബറൽ ഗവൺമെന്റ് ഇപ്പം കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ LNG കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അതിന് കയറ്റുമതി കൂട്ടുക. കാരണം കാനഡയിൽ നാച്ചുറൽ ഗ്യാസിന്റെ വളരെ വലിയ ശേഖരമുണ്ട്. അതിനെ കൂടുതലും എക്സ്പ്ലോയിറ്റ് ചെയ്ത ശേഷം അതിനെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ച് കൂടുതൽ റവന്യൂ കണ്ടെത്തുക തുടങ്ങി. അതായത് ഒരു കൺസർവേറ്റീവ് സ്റ്റാൻഡ് പോയിന്റിൽ തന്നെയാണ് ഇപ്പൊ അവർ പിടിച്ചു നിൽക്കുന്നത്. ട്രംപിന്റെ ഒരു അതേ ഒരു സ്റ്റൈൽ തന്നെയാണെന്ന് വേണം ഈ എക്കണോമിക് പോളിസീസ് കാണുമ്പോൾ മനസ്സിലാക്കാൻ. ട്രംപ് അവിടെ ടാക്സ് കട്ട് കൊടുക്കുന്നുണ്ട്, കൂടുതൽ പെട്രോളിയം എനർജി പ്രോഡക്ട്സുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്, ന്യൂക്ലിയർ റിയാക്ടറുകൾ വീണ്ടും ട്രംപ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതേ ഒരു ഇത് തന്നെയാണ് ഇവിടെ ലിബറൽ ഗവൺമെന്റ് ആയിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്കറിയാം ഇന്ത്യ ട്രൂഡോ ബന്ധം അത്ര നല്ല രീതിയിലായിരുന്നില്ല. വലിയ രീതിയിൽ അത് ഇന്ത്യയുടെ തിരിച്ചടികൾ ഉണ്ടായിരുന്നു, ഖലിസ്ഥാൻ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് നിലവിലെ കനേഡിയൻ ഗവൺമെന്റിന് ഇന്ത്യയോടുള്ള നിലപാട്? 2023 എല്ലാവർക്കും അറിയാം, ഹർദീപ് സിംഗ് നിജ്ജർ എന്ന് പറയുന്ന ഒരു ടെറർ ഫണ്ട്, ഒരു സിമ്പതൈസറിന് വേണ്ടിയിട്ട് കാനഡ ഒരു വലിയ ക്യാമ്പയിൻ ഒക്കെ അവിടെ ഖാലിസ്ഥാനികൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പല ഇഷ്യൂസിന് പുറത്താണ് ഇന്ത്യയായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഇത്ര വലിയൊരു സ്ട്രെയിനിലേക്ക് പോയത്. അപ്പം അതിനുശേഷം ട്രൂഡോ ഇരുന്ന സമയത്ത് ഇന്ത്യയായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് റീബിൽഡ് ചെയ്യാനൊന്നും അദ്ദേഹം ശ്രമിച്ചില്ല, അൺഫോർച്ചുനേറ്റ്ലി. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ ക്യാപ്പ്, അങ്ങനത്തുള്ള മറ്റുള്ള പല പ്രശ്നങ്ങളും ഇതുപോലെ തന്നെ ട്രൂഡോ ഗവൺമെന്റിന് എതിരായിട്ട് തന്നെ, ലിബറൽസിന് എതിരായിട്ട് തന്നെ ഇവിടെ ഇമിഗ്രേഷന്റെ പുറത്ത് ഒരു വലിയ ബാക്ക്ലാഷ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി മൊത്തത്തിൽ ഈ കൺസർവേറ്റീവ് ആ ഒരു ഭരണപക്ഷത്തോട് ആൾക്കാർക്ക് ഒരു അവമതിപ്പ് ഉണ്ടായതിനെ തുടർന്നാണ് അതുവരെ ഉണ്ടായിരുന്ന മുന്നേറ്റം ട്രംപ് പിയറി പോളിയൊന്ന് നഷ്ടപ്പെടുകയും കൺസർവേറ്റീവ് പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്ന അപ്പർ ഹാൻഡ് കഴിഞ്ഞ ഒരു 2-3 മാസത്തിനിടയ്ക്കാണ് ആ ഒരു പെട്ടെന്നുള്ള ഒരു ഷിഫ്റ്റ് നടക്കുകയും പെട്ടെന്ന് തന്നെ ട്രൂഡോ അധികാരത്തിൽ നിന്ന് മാറുകയും കാർണി അധികാരം ഏറ്റെടുക്കുകയും പിന്നീട് ഇലക്ഷൻ ഉടനെ തന്നെ നടത്തിയത്. അതായത് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നടക്കേണ്ടിരുന്ന ഇലക്ഷൻ ഏപ്രിലിൽ തന്നെ നടത്തിയത് ആ ഒരു വേവ് മനസ്സിലാക്കിക്കൊണ്ട്, അതായത് ആന്റി ട്രംപ് വേവ്, ഒരു കാനഡ ഫസ്റ്റ് എന്നുള്ള ഒരു പോളിസി, ആ ഒരു സംഭവം മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു വേവിലാണ് ഇപ്പം മൈക്കാർണിയുടെ ഗവൺമെന്റ്, ഈവൻ മൈനോറിറ്റി ആണെങ്കിൽ പോലും അവര് അധികാരത്തിൽ വന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രൂഡോയുടെ പല പോളിസികൾക്കും ഈവൻ കനേഡിയൻ ജനങ്ങൾക്ക് പോലും താല്പര്യമില്ലായിരുന്നു. ചില ആൾക്കാരെ അപ്പീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അദ്ദേഹം അങ്ങനത്തുള്ള ചില മൈനോറിറ്റി അപ്പീസിങ് പോളിസീസ് കൈക്കൊണ്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് പൊളിറ്റിക്കലി ബാക്ക്ലാഷ് ഉണ്ടാവുന്നു, പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അതൊരു വലിയ ഫാക്ടർ ആയിരുന്നു ഇന്ത്യയായിട്ടുള്ള. പിന്നെ അതിന്റെ കൂടെ തന്നെ ഈ ഇമിഗ്രേഷൻ ഈ ഒരു അളവിൽ കൂടിയ ഒരു ഇമിഗ്രേഷൻ സംഭവിച്ചു. അതിന് പ്രധാനമായിട്ടും അന്ന് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന NDP, ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി ആയിരുന്നു അതിന്, ജഗ്മീത് സിംഗിന്റെ പാർട്ടിയായിരുന്നു അതിന് സപ്പോർട്ട് ചെയ്തത്. ജഗ്മീത് സിംഗിന്റെ പാർട്ടിക്ക് ഇപ്രാവശ്യം പരാജയം ഏറ്റുകൊണ്ടായി. അദ്ദേഹത്തിന് 10-ൽ താഴെ സീറ്റുകൾ, 7 സീറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ട്രൂഡോയുടെ ഏറ്റവും വലിയ സപ്പോർട്ടറും വലിയ തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ നമ്മൾ മൊത്തത്തിൽ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പുതിയ മൈക്കാർണി പ്രധാനമന്ത്രിയായിട്ട് പദവി ഏറ്റെടുത്ത ശേഷം മോദി വിളിച്ച് അദ്ദേഹത്തെ അനുമോദിക്കുകയുണ്ടായിരുന്നു. ഇന്ത്യ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ഈസ് ഇൻക്രെഡിബിളി ഇമ്പോർട്ടന്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനായിരിക്കും ഇപ്പോൾ മൈക്കാർണി ശ്രമിക്കേണ്ടത്. കാരണം ഇപ്പൊ US-ആയിട്ടുള്ള ബന്ധം വളരെ വഷളാണ്. കാരണം ഇപ്പോൾ കാനഡയിൽ നിന്ന് US-ലോട്ട് ആൾക്കാർ പോകുന്നില്ല. അപ്പം പല US സ്റ്റേറ്റുകളിലും നമ്പർ 1 ടൂറിസ്റ്റുകൾ കനഡിയൻസ് ആയിരുന്നു. ഇപ്പം എസ്പെഷ്യലി കാലിഫോർണിയ പോലുള്ള കുറച്ച് വാം ക്ലൈമറ്റ് ഉള്ള കാലിഫോർണിയ, ഫ്ലോറിഡ തുടങ്ങിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലോട്ട് കൂടുതൽ പോകുന്നു കനഡിയൻസ് ആയിരുന്നു. അപ്പൊ അവരെ പോവാത്തത് കാരണം അവർക്കിപ്പം ഒരു ചെറിയ ബുക്കിങ്ങില് ചെറിയ ഇടിവുകളൊക്കെ സംഭവിച്ചിട്ടുള്ളതായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. കനേഡിയൻസിനെ ആകർഷിക്കാൻ വേണ്ടി അവർ കൂടുതൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കനേഡിയൻസിന് ആ ഒരു കാനഡ ഫസ്റ്റ് എന്നുള്ള വികാരം വന്നതിന് ശേഷം US-നെ കംപ്ലീറ്റ് ആയിട്ട് ഡിച്ച് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് കൂടുതൽ കാനഡയുമായിട്ടുള്ള ബന്ധം സ്റ്റാച്ചപ്പ് ചെയ്ത ശേഷം നമുക്ക് ടൂറിസം മേഖലയിലായാലും മറ്റുള്ള മേഖലയിലായാലും കൂടുതൽ സഹകരണം നടത്താം. എസ്പെഷ്യലി എനർജി മേഖലയിൽ കാനഡയും ഇന്ത്യയായിട്ട് നല്ല രീതിയിൽ സഹകരിക്കാൻ പറ്റും. അത് അദ്ദേഹം ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ലിബറൽ ഗവൺമെന്റ് ആണ് ഭരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ പോളിസി വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ കൺസർവേറ്റീവ് സ്റ്റൈൽ പോളിസീസ് ആണ് അദ്ദേഹം നടത്തുന്നത്. അപ്പൊ ആ ഭാഗമായിട്ട് തട്ടിച്ചു നോക്കുമ്പോഴത്തേക്ക് ഇന്ത്യക്ക് മൈക്കാർണിയുമായിട്ടും സഹകരിച്ച് മുന്നോട്ട് പോകും. മറ്റുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്ന് പറയുന്നില്ല, എങ്കിലും മറ്റു
പല ഫ്രിഞ്ച് എലിമെന്റ്സിന്റെ പല പ്രോബ്ലംസ് നടക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു ഓപ്പൺ സപ്പോർട്ട് കയാറിന് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഓക്കെ ഓക്കെ, വെരി ക്ലിയർ ജഗത്. എന്തായാലും കാനഡ മുഖം മാറ്റി പുതിയൊരു കാനഡയായി വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ജഗത്തിന്റെ സംസാരങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് കുറച്ചുകൂടി ട്രൂഡോയെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ, സപ്പോർട്ട് ഇൻ ദ സെൻസ് അതേ പോളിസികളിൽ തന്നെയുള്ള കുറച്ച് മാറ്റങ്ങൾ മാത്രമാണ് വരുത്തിയിട്ടുള്ളതെന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും കണ്ടറിയണം എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം. ഒരുപാട് നന്ദി ജഗത് സംസാരിച്ചതിന്. താങ്ക് യു സോ മച്ച്.